നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകുന്ന ഇടുക്കി ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള കാരുണ്യം കുടുംബ സുരക്ഷാ നിധി വിതരണം ചെയ്തു. മറയൂർ വ്യാപാര ഭവനിൽ ചേർന്ന ചടങ്ങിൽ മരണമടഞ്ഞ സംഘടനയിലെ അംഗം ചാൾസ് ഡയസിൻ്റെ ബന്ധുക്കൾക്ക് മൂന്നാർ DSP ചന്ദ്രകുമാർ S സുരക്ഷാനിധി കൈമാറി. 6.5 ലക്ഷം രൂപയുടെ ചെക്കാണ് നൽകിയത്. ഈ ബാബുലാൽ ഇതിനെ എനിക്ക് എന്തായാലും വ്യക്തമായ പേരറിയില്ലെങ്കിലും ശ്രീ ബാബുലാൽ ചേട്ടൻ മൂന്നാറിലെ വ്യാപാര വ്യവസായിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ മാത്രമേ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം വിളിച്ച് ചടങ്ങ് നടന്നു കൊണ്ട് പറഞ്ഞത്. അപ്പോൾ വളരെ ഇത് സമ്മതിക്കുന്നതിൽ വളരെ സന്തോഷമാണ്, ഒപ്പം അഭിമാനം തോന്നുന്നു. കാരണം ഞാൻ കേരളത്തിൽ അങ്ങോളം പാഠശാലകളുടെ സ്വദേശം പാഠശാലകൾ കാസർഗോഡുള്ള മിക്കവാറും എല്ലാ ജില്ലകളിലും SI ആയിട്ടും CI ആയിട്ടും DSP ആയിട്ടൊക്കെ ജോലിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘടന വ്യാപാര വ്യവസായ സംഘടന നസുബി സാറിന്റെ കാണുന്നതിന് എനിക്കറിയാം. ഞാൻ 2005 ഇൻഡിപെൻഡൻസ് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തത്. 2004 ട്രെയിനിങ് 2005 സബ് ഇൻസ്പെക്ടറായിരുന്നു. ആ കാലങ്ങളിൽ ഈ വ്യാപാര വ്യവസായിയുടെ ഏകോപനസമിതിയുടെ എല്ലാ കാര്യങ്ങളിലും ഞാനുള്ള പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും ഞാൻ വർക്ക് ചെയ്ത പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും എന്നെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിക്കാറുണ്ട്. ഈ സംഘടനയുടെ ശേഷിയും സംഘടന പ്രവർത്തനങ്ങളും മറ്റ് ആൾക്കാരും വളരെ നല്ല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എത്രയും ഈ സംഘടനയുമായിട്ടും അതിന്റെ സംഘടനകളുമായിട്ടും സംസ്ഥാന സമിതികളുമായിട്ടൊക്കെ അടുപ്പമുണ്ട്. മറ്റ് നമ്മുടെ നാട്ടില് ഇതര സർവീസ് സംഘടനകളാവട്ടെ, അല്ലെങ്കിൽ ബഹുജന രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, അല്ലെങ്കിൽ മറ്റ് സംഘടനകളാവട്ടെ, ആ സംഘടനകളെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുകയും കൂടെയുള്ള സഹപ്രവർത്തകരുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും അവരോട് തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നിലയ്ക്ക് ഒരു പോലീസ് ഓഫീസർ, ലോക്കൽ പോലീസ് ഓഫീസർ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ പ്രവൃത്തി ഇവിടെ തന്നെ നമ്മുടെ ഒരു സംഘടന ഭാരവാഹിയുടെ ഒരു മെമ്പറുടെ ഒരു കുടുംബത്തിൽ ആവശ്യപ്പെടുമ്പോഴേക്കും, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു നഷ്ടപ്പെടുകയും കൈത്താനായിട്ടും ആവേശമായിട്ട് ഇവർ നിൽക്കുന്നതിന് നമുക്കെല്ലാവരും അഭിമാനമായ ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വേണ്ടി ചുരുങ്ങുമ്പോൾ, അത് പ്രവൃത്തികൾ ചുരുങ്ങുമ്പോഴേക്കും ഇതുപോലെ സുമനസ് കൊണ്ട് ഈ കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കാൻ ഈ സംഘടന കാണിക്കുന്ന ഈ നല്ല കാര്യത്തിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. മറയൂർ യൂണിറ്റ് പ്രസിഡന്റ് ശശികുമാർ VS അധ്യക്ഷത വഹിച്ചു. സുരക്ഷാ പദ്ധതിയെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്ബർ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇപ്പം നിലവിൽ കഴിഞ്ഞ തുടങ്ങിയപ്പോൾ 5 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഞാനിപ്പോൾ എനിക്ക് ഇതോടുകൂടി 40 പേരായിട്ടുണ്ട്. ഈ കൊല്ലം നമ്മൾ 6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അടുത്ത വർഷം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം വീണ്ടും കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഇത് കൂടുമ്പോൾ അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് ഓരോ യൂണിറ്റിൽ നിന്നുണ്ടാകും. യൂണിറ്റിൽ സപ്പോർട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിൽ താഴെയുള്ള ഈ പദ്ധതി ചെയ്യുക എന്നതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ആരെയും ചേർക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് നമ്മൾ 170 പേരെ ചേർത്തത്. ഈ കൊല്ലം നമുക്ക് 150 പേരെങ്കിലും ചേർക്കണമെന്നാണ് നമ്മളൊരു പദ്ധതി ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ള ദിവസങ്ങളെല്ലാം 20 ദിവസം 20 ദിവസത്തിനകം നിങ്ങളെല്ലാവരെയും വന്ന് സമീപിക്കും. എല്ലാവരുടെ വരുമ്പോൾ 60 വയസ്സിൽ താഴെ വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്തവർ ഞങ്ങളോട് സഹകരിക്കണം. ഈ പദ്ധതി വലിയ വിജയമാക്കി തീർക്കണം. കാരണം പലപ്പോഴും ഒരു വ്യാപാരി മരിച്ചു കഴിയുമ്പോഴും അവരുടെ കുടുംബത്തിന്റെ. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ നിർവഹിച്ചു. ഏകോപന സമിതിയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ ഇടുക്കി ജില്ലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതി. തുടക്കത്തിൽ ഇത് തുടങ്ങുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ തടസ്സങ്ങളെയെല്ലാം നമ്മൾ വളരെ ധീരമായി മറികടന്ന് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സൊസൈറ്റി തന്നെ നിയമപരമായി അതിന് ചില ഘടകങ്ങൾ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ട്രേഡേഴ്സ് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി തന്നെ രജിസ്റ്റർ ചെയ്താണ് നമ്മൾ ഈ പദ്ധതിക്ക് ആരംഭം കുറിച്ചത്. ആദ്യത്തെ മരണം ഞാൻ ഇപ്പോൾ നോക്കുന്നു, ഏലപ്പാറയുള്ള ഒരു ചേട്ടനാണ് ആദ്യം മരിച്ചത്. 100 രൂപ ഒരാൾ മരിക്കുമ്പോൾ അടയ്ക്കേണ്ട പൈസ പോലും അദ്ദേഹത്തിന് അടയ്ക്കേണ്ട വന്നില്ല. 1000 രൂപ പേഴ്സൺ ഫീസ് കൊടുത്തപ്പോൾ 5 ലക്ഷം രൂപ കിട്ടി.
ഇന്ന് വിതരണം ചെയ്യുന്ന തുക കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ചാൾസ് ഡൈസ് 39 മരണങ്ങൾക്ക് അദ്ദേഹം ഒരുപക്ഷെ 3,900 രൂപ അടിച്ചിട്ടുണ്ടാവും. ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ 100 രൂപയാണ് കൊടുക്കുന്നത്. കുടുംബ സുരക്ഷാ നിധിയെക്കുറിച്ച് വെൽഫെയർ സൊസൈറ്റി ചെയർമാൻ ഡയസ് പുലൻ വിശദീകരിച്ചു. അതുപോലെ ഇവിടെ മരണപ്പെട്ട ചാൾസിൻ്റെ കുടുംബാംഗങ്ങൾ, അമ്മ, വൈഫ്, കുട്ടികൾ എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി നമ്മുടെ ജില്ലയിൽ ആരംഭിച്ചിട്ട് 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 3-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. 3-ാമത്തെ വർഷത്തിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഡിസംബർ മാസത്തിലെ 1-ാം തീയതി മുതൽ ജനുവരി 31 വരെയാണ് പുതുതായി അംഗങ്ങളെ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ പുതിയ അംഗങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മറയൂരിൽ നിന്ന് നല്ലൊരു പങ്കാളിത്തം ഈ പദ്ധതിയിൽ ചേരുന്ന അംഗങ്ങളുടെ കാര്യത്തിൽ മറയൂർ യൂണിറ്റിൽ നിന്നുണ്ടായിട്ടുണ്ട്. തുടർന്ന് ഈ പദ്ധതി ഇപ്പോൾ പുതുതായി അംഗങ്ങളെ ചേർക്കുമ്പോൾ ഇവിടെ പ്രസിഡന്റ് ഒക്കെ സൂചിപ്പിച്ചു, ഈ മാസമാണ് നമ്മൾ അംഗങ്ങളെ ചേർക്കുന്നത്. പരമാവധി 60 വയസ്സിൽ താഴെയുള്ള മറയൂർ യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും ഈ പദ്ധതിയിൽ ചേരണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ആദ്യമായി എനിക്ക് വന്നത്. അതുപോലെ ഈ പദ്ധതി നമ്മൾ 8,500 അംഗങ്ങളുമായി തുടങ്ങിയ പദ്ധതി ഇന്ന് 10,500 അംഗങ്ങളുമായി വലിയ നിലയിലാണ് ഈ പദ്ധതി നടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഈ പദ്ധതിയിൽ ചേർന്ന 40ഓളം അംഗങ്ങൾ നമ്മളിൽ നിന്ന് പഠനം വേർപെട്ട് കഴിഞ്ഞു. അതിൽ ഇന്ന് 36ാമത്തെ അംഗത്തിലുള്ള കുടുംബ സുരക്ഷാ നിധിയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. നേതാക്കളായ ബാബുലാൽ, സിബി കൊച്ചുവള്ളാട്ട്, സജി പൊട്ടംകുളം, ഷിബു തെറ്റയിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മറയൂർ യൂണിറ്റ് സെക്രട്ടറി അക്ബർ അലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാജൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.